അപ്പോൾ നമ്മുടെ തക്കാളിയുടെ വിളവൊക്കെ ഒരുവിധം കഴിയാറായി. ഇതായത് കണ്ടോ, ഇത് കണ്ട വൈറസ് രോഗം വന്ന് പോയതാണ്. ഇത് അങ്ങനെ കുറേ പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇത് എൻ്റെ സമയം കഴിഞ്ഞു. ഇത് അർക്കാരക്ഷ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട തക്കാളിയാണ്. പക്ഷെ അതിനെ ഇച്ചിരി വാട്ടരോഗം കൂടുതലായിട്ട് കണ്ട്. മഹിക്കോയുടെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കുറേ തക്കാളിക്ക് മേടിച്ചു. പക്ഷെ ഇത് നന്നായിട്ട് പിടിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ അതിന് വാട്ടരോഗം ശകലം കൂടുതലാണ്. ഇങ്ങനെ കൊലകൊലയായിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട്. നല്ല മധുരമുണ്ട് ഇതിന് കേട്ടോ. മറ്റേ തക്കാളിക്ക് നല്ല പുളിയാ. കറിയല്ലേ കണ്ടാ തിന്നാൻ തോന്നും. നമ്മളെല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ തക്കാളിക്ക് ആദ്യം മണ്ണൊരുക്കി മണ്ണിൻ്റെ പുളിപ്പ് മാറാൻ വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളമെറ്റ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് നട്ടു കൊടുത്തത്. സാധാരണ എല്ലാ കൃഷിയും ഒരുവിധം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം നട്ടപ്പം വാം ചേർത്തില്ലായിരുന്നു, തക്കാളി നട്ടപ്പിന്. അതിനുശേഷം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് വാം കിട്ടിയായിരുന്നു. അങ്ങനെ ഇവിടെ ഒന്നും വാം ഒഴിച്ചില്ല ഞാൻ. അവിടെ കുറച്ച് ഭാഗത്ത് വാം ഒഴിച്ചു. അത് കുറേ നല്ല രീതിയിൽ പിടിച്ചായിരുന്നു കേട്ടോ. വേരുപടലമൊക്കെ നല്ലതായിട്ട് വന്നിട്ട് പിടിച്ചതാ. ഇവിടെ ഞാൻ അതേപോലെ ഇത്തവണ കുക്കുമ്പർ നട്ടപ്പോൾ വാം ചേർത്തിട്ടാണ് നട്ടത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോളം നട്ടു കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോണാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തക്കാളി മൊത്തം ഒന്ന് പിച്ചട്ടെ കേട്ടോ. പറ്റുമോ? ഇവിടെ ഒഴിച്ച് ചേർക്കാൻ ഇത് കൊല തക്കാളി. സോസൊക്കെ ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ് കേട്ടോ. കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. സോസ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. ഇതല്ല ചെറിയ ചെറിയ തക്കാളിക്ക് പൊഴിഞ്ഞ് വീണതാണ് തറയിൽ പഴുത്തിട്ട്. നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെയിലും കൂടെ കൊണ്ട് കിടക്കുക. ഭയങ്കര പുളിയായിരുന്നു. ഇതാ മഹിക്കോടെ തക്കാളി. ഇതിന് നല്ല പുളിയാണ്. പയറും പാവയ്ക്ക പിന്നെ ആഴ്ചയിലൊരിക്കലൊക്കെയാണല്ലോ നമ്മൾ വെള്ളം എടുക്കുന്നത്. പയറാണെങ്കിൽ ദിവസവും നമ്മൾ വെള്ളം എടുക്കണം. പയറും വെണ്ടയൊക്കെ ആണെങ്കിൽ ദിവസവും വെള്ളം എടുക്കണം.
അപ്പോൾ അതേപോലെ ഒന്നും തക്കാളിക്ക് ഒന്നും വിളവെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന പയറൊക്കെ നമുക്ക് കുറച്ചുകൂടി ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി പയറാണെന്നാണ് തോന്നുന്നത്. എന്നാൽ നമ്മുടെ തക്കാളി ഏറെക്കുറെ അടച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ നിൽപ്പുണ്ട്. അത് ഇനി ഞാൻ വിചാരിച്ചത് ഇത് മൊത്തം പിഴുത് കളഞ്ഞിട്ട് വേറെ നടാമെന്നാണ്. തക്കാളിയല്ല വേറെ എന്തെങ്കിലും നടാമെന്നാണ് വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇനി കുറച്ചുകൂടെ പഴുക്കാൻ നിൽക്കുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ചെടുക്കാം. വിളകൾ ഇടയ്ക്കിടയ്ക്ക് കാണും നമുക്ക്. അപ്പം ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറി കാണും.